ഒരു ഇൻസിഡൻറ്റ് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യമാണ് അന്ധമായ വിരോധം നമ്മളെ അന്ധനാക്കും എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യന് അയാളുടെ ആശയങ്ങളോട്, ചിലപ്പോൾ അയാളുടെ രാഷ്ട്രീയത്തോടൊക്കെ നമുക്ക് ചിലപ്പോൾ വിയോജിപ്പല്ലുണ്ടാവും, സ്വാഭാവികമാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്താകാൻ പാടില്ല, അതിനോട് ഒരുതരം അന്ധമായ വിരോധമാകാൻ പാടില്ല. അങ്ങനെ അന്ധമായ വിരോധമാവുന്നത് അതൊരു ശരിയായ പ്രവണതയല്ല എന്നുള്ളതാണ്. നമ്മളൊരു കാര്യത്തോട് അന്ധമായ വിരോധം കാത്തു സൂക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് നമ്മൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ആരോപണങ്ങളെല്ലാം ഉന്നയിക്കും എന്നുള്ളതാണ്. അതിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട്. നമുക്ക് എന്തുകൊണ്ടാണ് ഈ അന്ധമായ വിരോധം ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തോട് നമുക്കുണ്ടാവുന്ന ഒരു അമിതമായ അതാണ് ശരി എന്നുള്ളൊരു നമ്മുടെ ഒരു ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഓവറായിട്ടുള്ളൊരു വിശ്വാസം കൊണ്ടുകൂടിയാണ്. അപ്പോൾ നമ്മളെ വിയോജിപ്പുകളിൽ നമ്മൾ മിതത്വം പാലിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താക്കും, അത് നമ്മളെ തീവ്രമായ അന്ധമായ വിരോധിയാക്കി മാറ്റുകയും നമ്മളെ ചിന്താശേഷിയില്ലാത്ത അന്ധനായ മനുഷ്യനാക്കി മാറ്റുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ഓൺലി ബൈ ലിപ്സ്.